നിങ്ങൾക്കൊരാളെ പറ്റിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അർത്ഥം ആ വ്യക്തി ഒരു മണ്ടനാണെന്നല്ല, മറിച്ച് ആ വ്യക്തി നിങ്ങളെ അത്ര അധികം സ്നേഹിച്ചിരുന്നു, ആ വ്യക്തി നിങ്ങളെ അത്ര അധികം വിശ്വസിച്ചിരുന്നു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത ഒരു സ്റ്റോറിയാണ്, ക്രൈം സ്റ്റോറി തന്നെ. ഈ കഥ താരിഖ് ഹസൻ്റെയും സമീറ ഹസൻ്റെയാണ്. താരിഖും സമീറയും സ്നേഹിച്ച് കല്യാണം കഴിച്ച രണ്ട് വ്യക്തികളാണ്. രണ്ട് മക്കളാണ് അവർക്ക്. 7 വയസ്സുള്ളൊരു മോനും പിന്നെ രണ്ടാമത്തെ മോൻ തന്നെയാണ് 5 വയസ്സുള്ള. വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ചെറിയൊരു ഫാമിലി. രണ്ടുപേരും IT പ്രൊഫഷണൽസാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ലവ് സ്റ്റോറിയാണ് അവരുടെ. വീട്ടുകാരൊക്കെ ആദ്യം കുറച്ച് എതിർത്തെങ്കിലും പിന്നീട് നല്ല രീതിയിൽ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ട് സമാധാനപരമായിട്ട് ജീവിക്കുന്നു. താരിഖ് ഒരു IT കമ്പനിയിലെ സീനിയർ പ്രോഗ്രാമറാണ്. സമീറ ജോലിയൊന്നും ചെയ്യുന്നില്ല, കാരണം കുട്ടികളായതിനു ശേഷം സമീറ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഹോം മേക്കറായിട്ട് വീട്ടിൽ തന്നെയാണ്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് താരിഖ്. നമ്മൾ ഈ ലവ് മാരേജിൻ്റെ കേസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഈ പ്രേമിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിക്കാൻ കാണും, ഒരുപാട് സമയം രണ്ടുപേരും പരസ്പരം സ്പെൻഡ് ചെയ്യും അല്ലേ. മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ വന്നതിന് ശേഷം പഴയ ആ ഒരു എന്താ പറയുക, രണ്ടുപേരും സംസാരിച്ചിരുന്ന, ഒരുപാട് നേരം രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചിരുന്ന ആ സമയങ്ങളൊന്നും മിക്ക കേസുകളിലും നമ്മൾ ഉണ്ടായി കണ്ടിട്ടില്ല. എല്ലാവർക്കും ഇല്ല എന്നല്ല, പക്ഷെ ചില കേസുകൾ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ താരിഖിൻ്റെ സമീറയുടെ കേസിൽ അത് തന്നെയായിരുന്നു. കാരണം വിവാഹം കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷം താരിഖിന് സമീറയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്താനുള്ളൊരു ആ ഒരു ഇതുണ്ടായിരുന്നില്ല താരിഖിന്. ഒന്നാമതെന്ന് വെച്ചാൽ താരിഖ് മാത്രമാണ് അവിടെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നത്, സമ്പാദിക്കുന്ന വ്യക്തി താരിഖായിരുന്നു. അപ്പോൾ അവർക്ക് കുടുംബത്തിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പുതിയ വീട് വേണം, പുതിയ വാഹനം വാങ്ങിക്കുക, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ. അപ്പോൾ ഈ പിന്നെ മാത്രമല്ല, മക്കളുടെ പേരിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പോയിരുന്ന, വളരെ പ്ലാനിങ് ഒക്കെ നോക്കി പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു താരിഖ്. സമീറയ്ക്ക് ഇത് കുഴപ്പങ്ങളുണ്ടായില്ല. കാരണം വെച്ചാൽ ഈ ഒരു ജീവിതമായിട്ട് സമീറ അഡ്ജസ്റ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മക്കളുമായിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു സമീറ നോക്കിയിരുന്നത്. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനും സ്കൂളിലേക്ക് പറഞ്ഞയക്കാനും അങ്ങനത്തെ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കലും അങ്ങനത്തെ സംഗതികളായിട്ടാണ് സമീറ മുന്നോട്ട് പോയിരുന്നത്. നേരെ മറിച്ച് താരിഖ് വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ താരിഖിനെ സംബന്ധിച്ച് കുറച്ച് നേരം കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ദിവസത്തെ ഹെക്റ്റിക് വർക്കും കാരണം പുള്ളിക്ക് കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ സമീറയുടെ കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പുള്ളി പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പും അത്ര സ്ട്രോങ് ആയിരുന്നില്ല. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എല്ലാ ഫിസിക്കൽ റിലേഷൻഷിപ്പും എല്ലാം ഒരേ രീതിയിൽ നിന്നാൽ മാത്രമേ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ അത്ര നല്ലൊരു കണക്ഷനും കാര്യങ്ങളും ബോണ്ടും ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ ആ ഒരു സംഗതി ഒരു തമ്മിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓക്കെ ലൈഫായിട്ട് രണ്ടുപേരും മുന്നോട്ട് കൊണ്ടുവരുന്നു. ഈ ഒരു സിറ്റുവേഷനിലാണ് താരിഖിന് ഒന്നും കൂടി ഒരു ജോബ് അസൈൻമെൻറ്റ് പ്രകാരം വേറെ ഡിവിഷനിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കുന്നു. അവിടെ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ടൊരു ജോലി വരുന്നു. എക്സ്റ്റെൻഡഡ് അവേഴ്സ് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. മാത്രമല്ല താരിഖിന് ഔട്ട് ഓഫ് കൺട്രി ട്രാവൽ ചെയ്യേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് വരികയാണ്. ഈ സമയത്തൊക്കെ സമീറയും കുട്ടികളും ഒറ്റയ്ക്കാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. താരിഖിൻ്റെ ഫാമിലി വെച്ച് നോക്കുകയാണെങ്കിൽ താരിഖിൻ്റെ ഫാമിലി എടുത്ത് വളർത്തിയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു, സായദ് ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി. അതായത് സായദിനെ ഒരു ഓർഫനേജിൽ നിന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ താരിഖിൻ്റെ മാതാപിതാക്കൾ എടുത്ത് വളർത്തി. അതുകൊണ്ട് തന്നെ സർനെയിം ഹസൻ എന്ന് കൊടുത്തിട്ട് സായദ് ഹസൻ എന്നാണ് വ്യക്തിയുടെ പേരുണ്ടായിരുന്നത്. അപ്പോൾ സായദും താരിഖും ഒരുമിച്ച് ആണ് വളർന്നത്. രണ്ടുപേരും ചെറിയ ഏജ് ഡിഫറൻസാണ്, 3-4 വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് രണ്ടുപേരുള്ളത്. ചെറുപ്പകാലത്ത് താരിഖ് എത്രത്തോളം ഫൺ ലവിങ് ആൻഡ് ജോവിയൽ എനർജറ്റിക് ആയിരുന്നോ ആ ഒരു കണ്ടീഷനിലായിരുന്നു സായദ് ഇരുന്നിരുന്നത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഈ സായദിന് ജോലി കിട്ടിയിട്ട് സായദ് വരുന്നത് ഈ താരിഖും സമീറയും താമസിക്കുന്ന ആ ഒരു ടൗണിലേക്കാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറൊരു താമസം നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് സായദിനെ താരിഖ് തൻ്റെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്നു. അതിന് വേണ്ടിയിട്ട് താരിഖ് വേറെ റൂം എടുത്ത് മാറിയിട്ട് വേറൊരു ഫ്ലാറ്റും കൂടി, ഒരു 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് അവിടേക്കാണ് താമസം മാറിയിരുന്നത്. ഇനീഷ്യലി ഒന്നും സമീറയ്ക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം സമീറയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നഷ്ടപ്പെടുന്ന പോലെ തോന്നിയിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് തന്നെ സമീറ ഒപ്പോസ് ചെയ്തിരുന്നു. ഇത് മനസ്സിലാക്കട്ടാനായിരിക്കണം താരിഖ് സായദിനോട് കൂടെ താമസിക്കുന്നതിൽ അത്ര ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സായദ് വേറെ വീട്ടിൽ താമസിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. സ്ലോലി താരിഖ് വേറെ വർക്ക് അസൈൻമെൻറ്റ് ഏറ്റെടുത്തതിന് ശേഷം വീട്ടിൽ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അതേ ഒരു സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സ്വന്തം ബ്രദർ തന്നെ, കാരണം അങ്ങനെയാണ് അവർ വളർന്നു വന്നത്, സ്വന്തം ബ്രദർ പോലെ തന്നെ ഉള്ള വ്യക്തിയെ കൂടെ താമസിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ സ്ലോലി സായദ് ഹുസൈൻ ഈ ഒരു ഫാമിലിയായിട്ട് സിങ്കായി. സമീറയായിട്ടും ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോയി. പ്രത്യേകിച്ച് സമീറയുടെ ഇഷ്യൂ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവൻ സ്വന്തം ബ്രദർ എന്ന് സായദിനെ താരിഖ് പറഞ്ഞെങ്കിലും സമീറയ്ക്ക് ഒരിക്കലും അങ്ങനെ ആ ഒരു സ്വന്തം ബ്രദർ
ഇൻ ലോ എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ സമീറയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടോ സമീറയ്ക്ക് എത്രയാണെന്നുണ്ടെങ്കിൽ അനാഥാലയത്തിൽ നിന്ന് എടുത്ത് വളർത്തിയ മകനാണ് എന്നുള്ള ആ ഒരു ഡിഫറൻസിലാണ് സമീർ അപ്പോഴും അവിടെ കണ്ടിരുന്നത്. പക്ഷേ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ സായദിൻ്റെ ഒരുപാട് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ സമീറയ്ക്ക് ഇഷ്ടമാവുന്ന സിറ്റുവേഷൻ വരുന്നു. അങ്ങനെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ആ ഒരു ഫാമിലിയായിട്ട് സിങ്കായി ചേർന്നു സായിദ്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ താരിഖ് എക്സ്റ്റൻഡ് അവേഴ്സ് വർക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് കുട്ടികളെ കൂടെ കളിക്കാനൊന്നും സമയം പുള്ളിക്ക് കണ്ടെത്തിയിരുന്നില്ല. നേരെ മറിച്ച് സായിദ് എന്ന് പറഞ്ഞ വ്യക്തി ആ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിരുന്നു. ആ മക്കൾക്ക് അച്ഛൻ്റെ അടുത്ത് കിട്ടാത്ത, ആ വാപ്പാൻ്റെ അടുത്ത് കിട്ടാത്ത പല കാര്യങ്ങളും സായിദിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കാണുന്ന സമയത്ത് സമീറയും ഈ കാര്യത്തിൽ കുറച്ചൊക്കെ സന്തോഷവതിയായിരുന്നു. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കൾ ഹാപ്പിയാണല്ലോ. മാത്രമല്ല സമീറയ്ക്ക് ഒരു വളരെ ഗ്ലൂമി ആയിട്ടുള്ള ലൈഫാണ് സമീറയ്ക്ക് പോയിരുന്നത്. ആ ഒരു ലൈഫിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാനും സായിദിന് പറ്റി. കാരണം സായിദ് ഭയങ്കര ഫൺ ലവിങ് ആയിട്ടുള്ള, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് ഹ്യൂമറസ് ആയിരുന്നു, ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സമീറയോടും കുട്ടികളോടും താരിഖിനോടാണെങ്കിലും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ സായിദിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ താരിഖിനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജോലി ആവശ്യങ്ങൾക്കൊക്കെ വിട്ടുപോകുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ട് വിശ്വസിച്ച് അവൻ്റെ കുടുംബത്തെ ഏൽപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സായിദ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം ഇവരുടെ റിലേഷൻഷിപ്പിലും സംഭവിച്ചു എന്നുള്ളതാണ് വളരെ അൺഫോർച്ചുനേറ്റായിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ സ്ലോലി സായിദിൻ്റെ ആ ചാമിങ് പേഴ്സണാലിറ്റി സമീറയ്ക്കുള്ളിൽ ഒരു ചെറിയൊരു അട്രാക്ഷൻ അവിടെ ഉണ്ടാവുകയാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ സായിദിന് അവിടെ ആ ഒരു സെയിം ടൈപ്പ് ഓഫ് അട്രാക്ഷൻ അവിടെ സമീറോട് ഉണ്ടായിരുന്നില്ല. കാരണം എത്രയാണെന്നുണ്ടെങ്കിലും തൻ്റെ സഹോദരൻ്റെ വൈഫ് എന്നുള്ള കൺസിഡറേഷനാണ് അവിടെ താരിഖ് കൊടുത്തിരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു, സ്ലോലി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും കൂടി അടുത്തിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിന് അപ്പുറം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, അതിനപ്പുറത്തേക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. കാരണം വെച്ചാൽ പല സമയത്തും താരിഖ് ഇല്ലാത്ത സമയത്ത് അവിടെ വീട്ടിൽ വന്നിരുന്ന സായിദിനോട് സമീറയ്ക്ക് എന്തോ ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നിയിരുന്നു. മാത്രമല്ല രണ്ടുപേരും ഒരുപാട് സമയം ഇവർ രണ്ടുപേരും മാത്രമുള്ള സിറ്റുവേഷൻ, കുട്ടികളും കൂടി ഇവർ മാത്രമുള്ള സിറ്റുവേഷനിൽ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി ഒരുപാട് സമയം TV കണ്ടിരിക്കുന്നതും അവർ കാർഡ്സ് കളിക്കുന്ന സിറ്റുവേഷൻ, ഒരുപാട് സംസാരിക്കുന്ന കാര്യങ്ങൾ, സിനിമയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഒരുപാട് പറഞ്ഞിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവർ തമ്മിൽ ഒരു പ്രത്യേക തരം റിലേഷൻഷിപ്പ് അവിടെ ഡെവലപ്പ് ചെയ്തിരുന്നു. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലാത്ത റിലേഷൻഷിപ്പായിരുന്നു. അവർ പോലും അറിയാതെ അവർ പരസ്പരം സ്നേഹിച്ച് തുടങ്ങിയിരുന്നു. ഈ സിറ്റുവേഷനിലാണ് ഒരു ദിവസം താരിഖിന് ഔട്ട് ഓഫ് കൺട്രി ട്രാവൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ആ സമയത്ത് തന്നെ സായിദിന് മനസ്സിൽ കുറ്റബോധം ഉണ്ടായിരുന്നു. ആ സായിദിനോട് താരിഖ് വിളിച്ച് പറയണത് ഇങ്ങനെ 2-3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടായിരിക്കില്ല, നീ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കണം എന്ന് പറയുന്നു. അപ്പോൾ മനഃപൂർവ്വം തന്നെ സായിദ് പറഞ്ഞു, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് നിങ്ങളെ വീട്ടിൽ വന്ന് നിൽക്കാൻ എനിക്ക് വയ്യ, എനിക്ക് ശാരീരികമായിട്ട് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കുന്നു. പക്ഷേ താരിഖ് നിർബന്ധിച്ച് സായിദിനെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അങ്ങനെ താരിഖ് ഔട്ട് ഓഫ് കൺട്രി പോകുന്നു. പോയതിന് ശേഷം അന്ന് രാത്രി സായിദും ഈ സമീറയും കൂടി മക്കൾ ഉറങ്ങിയതിന് ശേഷം ഒരുപാട് നേരം TV വാച്ച് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. പക്ഷേ രണ്ടുപേരും കാണുന്ന സിനിമയാണെങ്കിലും രണ്ടുപേരും ശ്രദ്ധ സിനിമയിലേക്ക് പോയിരുന്നില്ല. ഒരു പ്രത്യേകതരം ഫീലിംഗ് ഇവർക്കിടയിൽ ഉണ്ടായി തുടങ്ങിയിരുന്നു. ഇത് അൾട്ടിമേറ്റ്ലി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് വെരി അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആ ഒരു രാത്രി സംഭവിക്കുകയാണ്. രണ്ടുപേരും അറിയാതെ രണ്ടുപേരും പരസ്പരം ഫിസിക്കലി അടുത്തു പോകുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നു. പിന്നീട് ഈ ഒരു സംഗതി ഒരു റുട്ടീനായി മാറിക്കൊണ്ടിരിക്കുന്നവരുടെ ലൈഫിൽ. കാരണം ഇവിടെ എപ്പോഴൊക്കെ താരിഖ് ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ട സിറ്റുവേഷൻ വരുന്നു, അപ്പോഴൊക്കെ സായിദ് വീട്ടിൽ വരുന്നു. ഇവർ തമ്മിൽ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം താരിഖ് തിരിച്ച് വീണ്ടും സ്വന്തം ഹോം ടൗണിലേക്കുള്ള കമ്പനിയിൽ ട്രാൻസ്ഫർ വാങ്ങി. അതിനുശേഷം കുറച്ചും കൂടി കൂടുതൽ സമയം താരിഖിന് അവിടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വന്ന സമയത്താണ് താരിഖ് പെട്ടെന്ന് തൻ്റെ വൈഫ് സമീറയിൽ വന്നിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നോട്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും താരിഖ് ഇത് വിചാരിച്ചിരുന്നില്ല അവിടെ സായിദായിരിക്കും ഇവിടെ വില്ലനായിട്ട് തൻ്റെ ലൈഫിലേക്ക് വരിക എന്നുള്ളത്. പക്ഷേ എന്നിവിടേക്കോ സമീറയിൽ എന്തൊക്കെയോ സംശയങ്ങൾ താരിഖിന് തോന്നുകയാണ്. അങ്ങനെ ഒരു ദിവസം സമീറ ബാത്റൂമിൽ കയറിയ സമയത്ത് പെട്ടെന്ന് ഫോണിൽ മെസ്സേജ് വരുമ്പോൾ സാധാരണ കണ്ടീഷനിൽ താരിഖ് അങ്ങനെ ഫോണൊന്നും ചെക്ക് ചെയ്യുന്ന വ്യക്തിയല്ല. പെട്ടെന്ന് ടെലിഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ കാണുന്നു സായിദിൻ്റെ ഒരു മെസ്സേജാണ്. ഈ സായിദിൻ്റെ മെസ്സേജിൽ ഒരിക്കലും ഒരു ഹസ്ബൻഡ് കാണാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു മെസ്സേജാണ് അന്ന് സായിദ് സമീറയ്ക്ക് അയച്ചിട്ടുള്ളത്.
ലിറ്ററലി ഈ വ്യക്തി താരിഖ് അന്ന് തകർന്നു പോയി, അന്ന് കംപ്ലീറ്റ് ആയിട്ട് പുള്ളി തകർന്നു പോയി. പക്ഷെ എന്നാലും ആ ഒരു കമ്പോഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് താരിഖ് ഈ സമീറെ വിളിച്ച് സംസാരിക്കുകയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി എന്ന് സമീറോട് താരിഖ് തുറന്നു ചോദിക്കുകയാണ്. അവിടെ ഒരു വഴക്കിനോ അടിക്കോ ഒന്നും താരിഖ് നിൽക്കുന്നില്ല. താരിഖിന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായിട്ടുണ്ട്. താരിഖ് വളരെ സോഫ്റ്റായിട്ട് ഭാര്യയോട് ചോദിക്കുന്ന സമയത്ത് വൈഫ് പെട്ടെന്നാണ് ഈ സമീറ പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം ആയിട്ട് ജീവിതത്തിൽ ഇത്ര വർഷങ്ങളായിട്ട് എനിക്ക് യാതൊരുവിധ സന്തോഷമോ ഒരു ഫിസിക്കൽ സുഖമോ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ എൻ്റെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഞാനിനി സായിദിൻ്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ്, എനിക്ക് നിന്നൊന്നും കഴിയില്ല, ഞാനും എൻ്റെ മക്കളും സായിദിൻ്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ്, എനിക്ക് ഇനി അതേ കഴിയുള്ളൂ എന്ന് പറയുന്നു. പാവം താരിഖാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾക്കും വേണ്ടിയിട്ട്, ആ ഫാമിലിക്കും വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ള തെറ്റ് മാത്രമേ പാവം ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ യാതൊരു വസ്തുക്കളും ചെയ്തിട്ടില്ല. അയാൾക്ക് വേറെ റിലേഷൻഷിപ്സോ അയാൾക്ക് ഒന്നുമില്ല. ഹി വാസ് ജസ്റ്റ് വർക്കിംഗ് ഫോർ ദി ഫാമിലി. ആ ഫാമിലിക്ക് വേണ്ടി മാത്രമായിട്ട് പുള്ളി വർക്ക് ചെയ്യായിരുന്നു. തകർന്നു പോയി ഈ വ്യക്തി. പക്ഷെ എന്നാലും ഇയാൾ ഒരുപാട് ധൈര്യം സംഭരിച്ചിട്ട് ഒരു പാവമായിരുന്നു ഇയാൾ താരിഖ്. ഈ സായിദിനെ വിളിച്ച് സംസാരിക്കുകയാണ്. സായിദിനോട് പറയുന്നത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെയാണ്. പക്ഷേ സായിദ് അവിടെ സമയത്ത് സായിദിന് ഒരു കാരണവശാലും സമീറുമായി ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടികളെ നോക്കിയിട്ട് ജീവിക്കേണ്ട ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നില്ല സായിദ് ഉണ്ടായിരുന്നത്. സായിദ് പറയുന്നത് ശരി ബ്രദർ, ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി, ഞാൻ ഇനി ഇങ്ങനെ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിയാണ്. തിരിച്ച് വീട്ടിലെത്തുന്നതിന് ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ സായദ് സമീറനെ വിളിച്ച് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇയാളിങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെ യാതൊരു വസ്തു ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിലേക്ക് ഈ താരിഖ് കയറി ഉടനെ തന്നെ സമീറ നേരെ ഷൗട്ട് ചെയ്യാണ്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു താരിഖിനോട് ഷൗട്ട് ചെയ്തിട്ട് സമീറ സംസാരിക്കുന്നു. അങ്ങനെ ഇതൊരു വഴക്കിൽ കലാശിക്കുന്നു. ഈ വഴക്കിനൊടുവിൽ താരിഖ് ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. ഈ വീട് വിട്ട് താരിഖ് പോയി കഴിഞ്ഞ ശേഷം അന്ന് താരിഖ് തിരിച്ചു വന്നില്ല. വൈഫ് സമീറയെ അന്വേഷിച്ചില്ല. സായദിൻ്റെ യാതൊരു വിവരമില്ല. നെക്സ്റ്റ് ഡേ ഈ സമീറയ്ക്ക് ഒരു കോൾ വരികയാണ്. അന്ന് ലോക്കൽ പോലീസിൻ്റെ ഭാഗത്ത് ഒരു കോൾ വരികയാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് താരിഖ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. യെസ്, താരിഖ് വാസ് കിൽഡ്. അവിടെ ഒരു ഓവർ ബ്രിഡ്ജിന് താഴെ താരിഖിൻ്റെ ബോഡി തലക്കടി കൊണ്ട് സ്കള്ള് പൊട്ടിയ രീതിയിൽ കാണപ്പെട്ടു എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. സമീറ ആകെ ഷാറ്റേഡായി. ഒരിക്കലും താരിഖിനെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള രീതിയിലൊന്നും സമീറ ചിന്തിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ച സമയത്ത് എല്ലാവരും സംശയിച്ചതുള്ളത് സായിദിനാണ്. സായിദാണെന്നുണ്ടെങ്കിൽ സായിദിൻ്റെ വെയർഅബൌട്ട്സ് എവിടെ ഉണ്ടായിരുന്നു, സായിദ് എവിടെയാണെന്ന് തന്നെ ആർക്കും അറിയില്ല. സായിദിനെ കാണാനില്ല. 2 ദിവസമായിട്ട് സായിദിന് യാതൊരു വർത്തനമില്ല. അങ്ങനെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ച സമയത്ത് അവസാനമായിട്ട് താരിഖ് സംസാരിച്ചത് സായിദിനോടാണ്. എന്ത് സംസാരിച്ചുള്ള കാര്യങ്ങൾ അറിയില്ല. അതിനുശേഷം സായിദിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഈ നിഗമനത്തിലെത്തി ഈ താരിഖ് ഹസനെ കൊന്നിട്ടുള്ളത് സായിദ് ഹസൻ തന്നെയാണെന്ന് എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചു. പ്രത്യേകിച്ച് ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുന്ന സമയത്ത് സ്വന്തം സഹോദരൻ അല്ല, എടുത്തു വളർത്തിയതാണ്. അയാൾക്ക് ഭാര്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് ഭർത്താവ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വന്നാലും അവിടെ എല്ലാം ഈ സായിദിൻ്റെ പേരിൽ കുറ്റം ചുമത്തപ്പെടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ. ആ ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഒക്കെ ആ രീതിയിലായിരുന്നു. എന്തായാലും പോലീസിന് ഒരു ഇൻഫറൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. ഈ സമയത്താണ് ഈ സമീറയുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച സമയത്ത് സമീറയുടെ ഫോണിലേക്ക് വളരെ റീസെൻ്റായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഒരു പ്രത്യേക നമ്പറിൽ നിന്ന് കോൾസ് വന്നിരുന്നു. വളരെ ഷോർട്ട് കോൾസ് ആയിരുന്നു ഇതുള്ളത്. അങ്ങനെ സമീറ ഈ ഫോൺ നമ്പേഴ്സൊക്കെ ബ്ലോക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ, അങ്ങനെ 5 or 6 ഫോൺ നമ്പറുകൾ സമീറ ബ്ലോക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നിരുന്നു. ഇത് പോലീസ് അന്വേഷിച്ച് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ വന്നിട്ടുള്ള കോൾസൊക്കെ വന്നിരുന്നത് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുടെ ഫോണിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഈ കഥയിലേക്ക് ഒരു ട്വിസ്റ്റ് എന്നുള്ള കണ്ടീഷനിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു വ്യക്തി കടന്നു വരുന്നത്. ഇബ്രാഹിം സമീറയുടെ നെയ്ബറായിരുന്നു. ചെറുപ്പം മുതലേ സമീറയെ ഇഷ്ടപ്പെട്ട് വന്നിരുന്ന വ്യക്തിയായിരുന്നു. സമീറയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം. പക്ഷേ എന്തുകൊണ്ടോ സമീറയുടെ വീട്ടുകാരാദ്യം അതിന് കുറച്ച് എതിർപ്പും പ്രകടിപ്പിച്ചു. മാത്രമല്ല സമീറ ഇവിടെ താരിഖിനായിട്ട് സ്നേഹത്തിലായിട്ട് അവർ ലവ് മാരേജ് ആവുകയാണ് ചെയ്തത്. ഈ അമർഷത്തിൽ ഈ വ്യക്തി ഒരുപാട് കാലം ഈ കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് 7 വയസ്സുള്ളൊരു മോനായത് എന്നിട്ട് പോലും സമീറയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ശല്യം ചെയ്തിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് ഇയാൾ ഒരു ദിവസം ഈ സമീറയുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് താരിഖ് എന്തോ കാര്യം പറഞ്ഞിട്ട് സമീറയോട് ഭയങ്കര രീതിയിൽ മോശമായിട്ട് വഴക്കിട്ടിട്ട് ഇറങ്ങി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇബ്രാഹിം മനസ്സിലാക്കുന്നത് ഇബ്രാഹിമിന് അയാൾക്ക് മാനസിക രോഗി എന്നുള്ള കണ്ടീഷനിലാണ് ആയി മാറിയിരുന്നയാൾ. ഇബ്രാഹിമിനാണെന്നുണ്ടെങ്കിൽ ഈ സമീറയോട് സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ പുറകെ പോയിട്ട് താരിഖിനോട് സംസാരിക്കുകയാണ്, നീ എന്താണ് സമീറയോട് ചൂടായി എന്നുള്ള ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് മൈൻഡിലായിരുന്ന താരിഖ് തിരിച്ച് ഇബ്രാഹിമിനോട് ചൂടാവും, എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അടിപിടി ഉണ്ടാവുന്നു. ആ അടിപിടിയിലാണ് അവിടെ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ താരിഖ് ഹസൻ്റെ തലയ്ക്ക് അടിച്ച് സ്കള്ളടിച്ച് പൊട്ടിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്.
എല്ലാ എവിഡൻസ് പ്രകാരം ഈ ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തിട്ട് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ ജീവപര്യന്തത്തിന് ഈ വ്യക്തിയെ ശിക്ഷിച്ചു. അപ്പോൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എവിടെയാണ് ഈ സായദ് ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. സായദ് ആക്ച്വലി ഈ താരിഖിനോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഞാനിനി നിങ്ങളതിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ദൂരെ ഒരു സ്ഥലത്തേക്ക് എല്ലാ ബന്ധങ്ങളും ഏർപ്പെടുത്തിയിട്ട് ഇനി ഞാൻ ഈ നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് സായദ് അവിടുന്ന് പോയിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കരങ്ങി തെളിയും എന്ന് വിചാരിച്ച് പോയിരുന്ന ഈ താരിഖ് ഹസനെ അന്ന് കാത്തിരുന്നത് ഇബ്രാഹിമിൻ്റെ കൈകൊണ്ടുള്ള ആ ഒരു വളരെ നീചമായിട്ടുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ ആ ഒരു കൊടും ക്രൂരതയായിരുന്നു ഈ വ്യക്തി അന്ന് കാത്തിരുന്നിരുന്നത്. ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒരുപാട് പേരുടെ ലൈഫിലുണ്ടായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന അതേ റിലേഷൻഷിപ്പിലായിരിക്കില്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നടക്കുന്നത്. രണ്ടുപേർക്കും പരസ്പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെയും പല ആൾക്കാരും കടന്നു പോയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലുള്ള റിലേഷൻഷിപ്സ് വരുന്ന സമയത്താണ് ആ കുടുംബത്തിനെ കംപ്ലീറ്റ്, ആ കുട്ടികളാണെന്നുണ്ടെങ്കിലും ആ സമീറയുടെ ലൈഫാണെന്നുണ്ടെങ്കിലും പാവം താരിഖ് ഇതൊന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ ലൈഫും വളരെ ഷാറ്റേർഡായി പോകാനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ ഒരു സായദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെയും ഈ ഒരു സമീറയുടെയും തമ്മിലുള്ള ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്റ്റോറി. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.